അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അറിവിൻ തീരം പ്രോഗ്രാമിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് വളരെ ഭംഗിയായിട്ട് നമ്മുടെ പ്രോഗ്രാം നടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വിജയി ആരാണെന്ന് നമുക്ക് പ്രഖ്യാപിക്കാം. വിജയായി കണ്ടെത്തിയത് മുരിക്കാശ്ശേരിയിൽ നിന്നുള്ള നാസിൽ ഹാദി എന്നുള്ള ഒരു കുട്ടിയാണ്. കുട്ടിക്ക് നല്ല കിടക്കാച്ചി പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ എല്ലാവരും തന്നെ പ്രൈസ് വാങ്ങാൻ നമ്മുടെ ഈ സംരംഭത്തോട് കൂടി നിൽക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും കിട്ടും. അങ്ങനെ ആരും സ്ഥിരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരും ഇതിൽ നിന്ന് എന്തില്ല, നിരാശരായി പോകില്ല. എല്ലാവർക്കും കിട്ടും. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭത്തെ വിജയിപ്പിക്കട്ടെ. ഈ തവണ പ്രൈസ് വാങ്ങിച്ച നാസിൽ ഹാദിക്കും എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ അനുഗ്രഹവും നൽകട്ടെ. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഒരു കണ്ടന്റ് വളരെ എഫക്റ്റീവായ ഒരു കണ്ടന്റ് ആയിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഏറ്റെടുത്ത ഒരു വീഡിയോ. അതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ചൂട് കൂടിയ സമയമാണ് ഇപ്പം. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് പച്ചവെള്ളത്തിൻ്റെ പ്രാധാന്യം, പച്ചവെള്ളം ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞ് ആ ഒരു കണ്ടന്റാണ് അതിൽ വന്നത്. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം ഏത് സമയത്തും ചില അനുഗ്രഹങ്ങൾ വലുതായിട്ട് വരും. അങ്ങനെ പറയാൻ പറ്റില്ല. ഏതാണ് വലുതെന്ന് പറയാൻ പറ്റില്ല. ഓരോ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നോക്കിയിട്ടാണ് ഓരോ അനുഗ്രഹം വലുതായി വരുന്നത്. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് നാം കാണുന്ന വസ്തുക്കൾ പോലും വലിയ സംഭവമായിട്ട്, വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഒന്നിനെ നമ്മൾ നിസ്സാരപ്പെടുത്താൻ പാടില്ല. വുളൂ ചെയ്യുന്ന സമയത്ത് 3 പ്രാവശ്യം കഴുകൽ സുന്നത്താണ്. അത് 4 ആക്കൽ അനുവദിക്കപ്പെടുന്നില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, കറാഹത്താണെന്ന് പറയുന്നു. അതായത് അമിതമാകാൻ പാടില്ല. വെള്ളം ഉപയോഗിക്കുന്നത് അത് അമിതമായി ഉപയോഗിക്കാൻ പാടില്ല. ഒരു കാരണവശാലും അല്പം വെള്ളം പോലും നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ നമുക്കറിയാം, ഇപ്പോൾ വളരെ ഉണക്കുള്ള സാഹചര്യം പല നാടുകളിലും, ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും വെള്ളമില്ലാത്ത സാഹചര്യം വന്നിരിക്കുകയാണ്. പല രാജ്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കലങ്ങി മറഞ്ഞ വെള്ളം പോലും കിട്ടാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. കലങ്ങി മറഞ്ഞ വെള്ളം പോലും, കുടിവെള്ളം ഇല്ല, എന്നാൽ കലങ്ങി മറഞ്ഞ വെള്ളം പോലും കിട്ടാൻ പറ്റാത്ത സാഹചര്യം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് വർഷിക്കപ്പെടുന്ന പത്തിലാണ്, റഹ്മത്തിൻ്റെ പത്തിലാണ്. ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ നാം മനസ്സിലാക്കാനുണ്ട്. അതായത് ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യൻ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം ജീവിതകാലം മുഴുവനും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിച്ചു. സുജൂദ് ചെയ്ത്, അള്ളാഹുവിന് സുജൂദ് ചെയ്ത്, അങ്ങനെ നിസ്കരിച്ചും ഇബാദത്ത് ചെയ്ത് തെറ്റുകൾ ചെയ്യാതെ ജീവിച്ച്, കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച മനുഷ്യന് സുജൂദിൽ കിടന്ന് മരണപ്പെട്ടു. സുജൂദിൽ കിടന്നാണ് ആ മനുഷ്യൻ മരണപ്പെടുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? ഈ മനുഷ്യൻ നാളെ പരലോകത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് പറയും, എൻ്റെ കാരുണ്യം, എൻ്റെ ഔദാര്യം കൊണ്ട് നീ സ്വർഗത്തിൽ പോകാൻ അള്ളാഹു ആ മനുഷ്യനോട് പറയുമ്പോൾ അള്ളാഹുവിനോട് ആ മനുഷ്യൻ ചോദിക്കുമത്രേ, അള്ളാഹുവേ, നിന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവനും ഞാൻ ഇബാദത്ത് ചെയ്ത് ജീവിച്ച ആളാണ്. ഇനി നിന്റെ സ്വർഗത്തിൽ കടക്കാൻ നിന്റെ ഔദാര്യവും കാരുണ്യവും എനിക്ക് വേണോ എന്ന് ആ മനുഷ്യൻ ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് മനസ്സിലാക്കി കൊടുക്കാൻ, അള്ളാഹു എത്ര കാരുണ്യവാനാണ്, അള്ളാഹുവിൻ്റെ കരുണയും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും എത്രത്തോളം വിശാലമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മലക്കുകളോട് വിളിച്ചിട്ട് പറഞ്ഞു, ദുനിയാവിൽ ഈ മനുഷ്യന് കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് കൂട്ടി നോക്കാം, എന്നിട്ട് ഇയാൾ ചെയ്ത അമലുകളും ഒന്ന് കൂട്ടി നോക്കാം, എന്നിട്ട് ഏതാണോ കൂടുതൽ അത് അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനമാക്കാം എന്ന് അള്ളാഹു ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒന്ന് പറഞ്ഞു. അങ്ങനെ മലക്കുകൾ ഇദ്ദേഹത്തിൻ്റെ സൽക്രമങ്ങളും ഇദ്ദേഹത്തിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം കൂട്ടി നോക്കിയിട്ട് മലക്കുകൾ വന്ന് പറയാണ്, പഠിച്ച റബ്ബേ, നീ കൊടുത്ത അനുഗ്രഹങ്ങളിൽ കണ്ണിന് പോലും എന്താണ് പകരമായിട്ടില്ല ഇദ്ദേഹം ജീവിതകാലം മുഴുവനും ചെയ്ത ഇബാദത്തുകൾ എന്നാണ്. അതായത് ജീവിതകാലം മുഴുവൻ ഇബാദത്ത് ചെയ്താൽ അള്ളാഹ് തന്ന അനുഗ്രഹത്തിന് ഒരു ചെറിയ കണ്ണിന് പോലും പകരമാക്കാൻ സാധിക്കില്ല എന്നാണ്. അത്രയും വലിയ അനുഗ്രഹമാണ് ചെയ്യുന്നത്. ഞാൻ ചുരുക്കി പറഞ്ഞത്,
ഈ പച്ചവെള്ളം എന്ന് പറഞ്ഞ് നമ്മൾ വളരെ നിസ്സാരമായി കാണുന്നത് ആ വസ്തുവിന്റെ ഒരു തുള്ളി കിട്ടാൻ വേണ്ടി തൊണ്ടയൊന്ന് ഉണങ്ങിയ തൊണ്ട, വരണ്ട തൊണ്ടയൊന്ന് നനയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട്. അപ്പം ആ അനുഗ്രഹങ്ങൾ എപ്പോഴും നാം ചിന്തിക്കണം. വെള്ളം പാഴാക്കി കളയാൻ പാടില്ല. ഇപ്പോൾ വലിയ ചൂടും വരൾച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പക്ഷികള്, അതുപോലെ തന്നെ മൃഗങ്ങള്, ഇതിനൊക്കെ കൂട്ടിൽ പിടിച്ചിടുന്ന കോഴികള്, കെട്ടിയിടുന്ന മൃഗങ്ങള്, ഇതിനെല്ലാം വെള്ളം നമ്മൾ കൊടുക്കണം. അത് വെള്ളം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മാത്രമല്ല, പറന്നു നടക്കുന്നതും ചുറ്റുഭാഗത്ത് ഓടി നടക്കുന്നതായ മൃഗങ്ങളും പക്ഷികളും അതിന് ഒരു അല്പം വെള്ളം നമ്മൾ എവിടെയെങ്കിലും കരുതി വെക്കാം. കാരണം ജലാശയങ്ങളൊക്കെ വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഞാൻ ഇടയിൽ വെച്ച് തന്നെ ചോദിക്കുകയാണ്. എല്ലാ ദിവസവും അവസാനമാകുമ്പോൾ പലരും ചില അവസാനം ചെന്ന് ചോദ്യം നോക്കും. അപ്പൊ എന്തായാലും ഇന്ന് ഇടയിൽ വെച്ചുകൊണ്ടാണ് ചോദ്യം വരുന്നത്. നമുക്ക് പ്രൈസ് കിട്ടിയ ഇന്നത്തെ വീഡിയോയിൽ പ്രൈസ് വാങ്ങിച്ച കുട്ടിയുടെ പേര് ഒന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഒരു ചോദ്യം വരുമെന്നാണ് പറഞ്ഞത്. ഏതായാലും ഇസ്ലാമികമായ കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറയുന്നതിനോട് കൂടെ തന്നെ ചോദ്യങ്ങൾ ഏതിൽ നിന്ന് വേണമെങ്കിലും വരാം. അപ്പൊ ഇന്ന് നമ്മുടെ ചോദ്യം ഇതാണ്. അതിന് ഉത്തരം വാട്സപ്പിലേക്ക് അയക്കുക. നമ്പർ ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നേരത്തെ അറിയിച്ചിട്ടുണ്ട്, ആ നമ്പറിലേക്ക് തന്നെ വാട്സപ്പിൽ നിങ്ങൾ അയക്കുക. നമുക്ക് സമസൃഷ്ടികളോടുള്ള കാരുണ്യം കാണിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം നേടിയെടുക്കാൻ സാധിക്കണം. എല്ലാ വസ്തുക്കൾക്കും വിലയുണ്ട്. ആ വില നമ്മൾ മനസ്സിലാക്കുക. ഒന്നും നമ്മൾ പാഴാക്കാൻ പാടില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ കാരുണ്യത്തിന്റെ 10 നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം പരമാവധി നേടിയെടുക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.